സമൂഹത്തിലെ ഹിന്ദുക്കളെ ഇവരെങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് എന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇവിടെ കാണിക്കുന്നത്. ഇന്നലെ തന്നെ ഇട്ട 2 വീഡിയോ ആണ്. ഈ 2 വീഡിയോയുടെ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക്. ആ വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഗുരുവായൂർ പൊക്കോളൂ, ധാരാളം പൊക്കോളൂ. ഇനിയും നടപ്പന്തലിൽ കയറി റീൽസ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ദേവസ്വം ബോർഡ് ഉണ്ട്. നമുക്ക് അതിനകത്ത് ഹിന്ദുക്കളെ കുരുപൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരമ്പല മുറ്റത്ത് ചെന്നിട്ട് അവിടെ കിടന്ന് കുഴഞ്ഞാടേണ്ട ഒരു കാര്യവുമില്ല. കാരണം എന്താണെന്നറിയോ, ഹിന്ദുക്കൾക്ക് കുരു പൊട്ടൂല. കാരണം ഹിന്ദുക്കൾക്ക് നന്നായിട്ട് അറിയാം, അവിടെ നടപ്പന്തലിൽ കയറി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും കംപ്ലൈൻറ്റ് പോകും എന്നുള്ളൊരു കാര്യം ഹിന്ദുക്കൾക്ക് നന്നായിട്ട് മനസ്സിലായതുകൊണ്ടാണ്. ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ തലേ ദിവസം പോകുന്നു, ഒരുക്കങ്ങൾ, ഞാൻ അവിടെ പോയി ആ വീഡിയോ ഒക്കെ കാണിച്ചാലും ഹിന്ദുക്കൾ ഇപ്പോൾ അത് എന്തുകൊണ്ട് ഗുരുവായൂർ ചെന്ന് നിന്ന് കൂത്താടുമ്പോൾ മിണ്ടാത്തത് എന്ന് ചോദിച്ചാൽ ഇതാണ് കാരണം നടപ്പന്തലിൽ കയറി വീഡിയോ ഇട്ടാൽ ഉടനടി ഇനി അടുത്ത കേസ് വരും, 3ാമത്തെ. അതുകൊണ്ട് ഹിന്ദുക്കളെ കുരുപൊട്ടിക്കാൻ നോക്കണ്ട, ഹിന്ദുക്കൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുക്കൾ ഇപ്പോൾ ആരും തന്നെ ഗുരുവായൂർ പോകുന്ന വീഡിയോയ്ക്ക് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരാത്തത്. പിന്നെ ഈ ഒരു ട്രെൻഡ് കഴിഞ്ഞു എന്നൊരു കാര്യം ഹിന്ദുക്കൾക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം എന്താ ചെയ്യുന്നത്, പണ്ട് മോദിയോടൊപ്പം എടുത്ത ഫോട്ടോയും സുരേഷ് ഗോപിയോടൊപ്പം എടുത്ത ഫോട്ടോയും ഇട്ടിട്ടാണ് ഇപ്പം ഇങ്ങനെ ബിസിനസ് നടക്കുന്നുണ്ടെങ്കിൽ തന്നെ പണ്ടത്തെ അവരുടെയൊക്കെ ഫോട്ടോകളും വീഡിയോകളും ഷെയർ ചെയ്തിട്ടാണ്. ഇപ്പം ഒരു മോദിയുമായിട്ടോ അല്ലെങ്കിൽ ഒരു സുരേഷ് ഗോപി, മോദി പോകട്ടെ, സുരേഷ് ഗോപി ആയിട്ട് ഇനി ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്നൊരു ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം പഴയ വീഡിയോകളാണെന്ന് ആളുകൾക്ക് മനസ്സിലാവും. കാരണം പഴയ വീഡിയോകൾ സുരേഷ് ഗോപിയോടൊപ്പം ഉള്ളത് കണ്ട് ജനങ്ങൾക്ക് മടുത്തു. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടാൽ മാത്രമേ ബിസിനസ് കൊഴുക്കുള്ളൂ. അപ്പം ഇന്നലെ ഇട്ട 2 വീഡിയോകളുണ്ട്. അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പുള്ളിക്കാരി എന്തോ കണ്ണൻ തന്നു എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അമ്പലനടയിലേക്ക് പോകുന്നത്. പിന്നെ റോട്ടിൽ നിന്നതായതുകൊണ്ട് നമുക്കൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല. ഇനി റോട്ടിൽ നിന്ന് എന്തെടുത്താലും ഈ ഒരു മൈൻഡായിരിക്കും ഹിന്ദുക്കൾക്കുള്ളത്. അമ്പലനടയിൽ കയറി ഇനി വീഡിയോ എടുത്താലും ദേവസ്വം ബോർഡ് അടുത്ത കേസ് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പം ഇന്നലെ 2 വീഡിയോ ഇട്ടതിൻ്റെ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ, ഒരു ഗിഫ്റ്റ് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഗുരുവായൂർക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് ഓപ്പൺ ചെയ്യണം. എന്താണെന്നറിയോ, കണ്ണൻ കൊടുത്ത ഗിഫ്റ്റാണെന്നാണ് പറയുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ. 5000 രൂപയുടെ ഫോട്ടോ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആള് ഇവർക്ക് ഗിഫ്റ്റായിട്ട് 50,000 രൂപ കൊടുക്കുകയാണെന്നാണ് പറയുന്നത്. ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സ്വർണം വിറ്റിട്ട് സ്വർണം വാങ്ങലാണ് പണി. അതും വീഡിയോയ്ക്ക് വേണ്ടി, മറ്റുള്ളവരെ കാണിക്കാൻ, പൊലിപ്പിക്കാൻ. എനിക്ക് സ്വർണം കൂടുതലുണ്ട്, ഞാൻ എപ്പോഴും സ്വർണം വാങ്ങിക്കുന്ന ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ണൻ തന്നു എന്നുള്ള ഒരു ലേബൽ അവിടെ അടിച്ചിറക്കിക്കൊണ്ട് സ്വർണം വിറ്റ് അല്ലെങ്കിൽ മാറ്റി, ഒരു സ്വർണം മാറ്റി അടുത്ത സ്വർണം വാങ്ങിക്കുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. അതാണ് ഇതിലെ പൊള്ളത്തരം എന്ന് പറയുന്നത്. എന്നിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നെന്ന് പറയും, ഇതെനിക്ക് ഈ ആഴ്ചയിൽ കണ്ണൻ തന്നതാണ്, കഴിഞ്ഞ ആഴ്ച ഞാൻ വേറെ ഒരെണ്ണം വാങ്ങിച്ചു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം ഇവിടുന്ന് സ്വർണം വാങ്ങിച്ചിട്ട് ഗുരുവായൂർക്ക് വിട്ടേക്കാണ്. അവിടെ ചെന്ന് നിന്നിട്ട് ഓപ്പണാക്കി ജനങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ ജനങ്ങൾ വിശ്വസിക്കുള്ളൂ ഇത് കണ്ണൻ തന്നതാണെന്നുള്ള കാര്യം. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ചും ഹിന്ദുക്കൾക്ക് പൊടി കിട്ടിയല്ലോ, അതാണ്. അപ്പം നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം. അപ്പം ഇപ്പം പറഞ്ഞു വരുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫോട്ടോ വാങ്ങിച്ചത് കൊണ്ടാണ് സുരേഷ് ഗോപിക്ക് നേട്ടങ്ങളുണ്ടായത്, ഫോട്ടോ വാങ്ങിച്ചവർക്ക് നേട്ടങ്ങളുണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം വീഡിയോ ചെയ്യുന്നത്. കാരണം ഇതിങ്ങനെ നേട്ടങ്ങളുണ്ടായി, ഫോട്ടോ വാങ്ങിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടായി എന്ന് പറഞ്ഞാലാണ് ജനങ്ങൾ വീണ്ടും ഇവരോട് ഫോട്ടോ ഓർഡർ ചെയ്യുള്ളൂ. അതുവഴിയാണ് ഇവർക്കിടെ ബിസിനസ് നടക്കുള്ളൂ, വളരുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ട്രിക്കാണ്. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾ എന്ത് പ്രോഡക്റ്റാണോ ചെയ്യുന്നത് ആ പ്രോഡക്റ്റ് എങ്ങനെ സെല്ല് ചെയ്യണമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന ഒരാളാണെങ്കിൽ ഇതുപോലത്തെ ഉള്ള ട്രിക്കുകൾ നിങ്ങളും പ്രയോഗിക്കാറില്ലേ? അത് തന്നെയുള്ളൂ ഇതും. അപ്പം ഇവളുടെ ഫോട്ടോ 5000 രൂപ കൊടുത്ത് അയാൾ വാങ്ങിച്ചു, അയാൾക്ക് എന്തൊക്കെയോ നേട്ടങ്ങൾ കിട്ടിയെന്ന് പറയുന്നു. ഇവള് പറയുന്നു കേട്ടോ, അയാൾ വന്നൊന്നും പറഞ്ഞിട്ടില്ല.
ഇനി ഇവള് ചിലപ്പോൾ പുതിയ ആളെ ഇറക്കുമായിരിക്കും, അത് നമുക്ക് പറയാൻ പറ്റൂല. അങ്ങനെ ഒരാൾ ഗിഫ്റ്റായിട്ട് കുറേ പൈസ കൊടുത്തു. അതുകൊണ്ട് ഒരു സ്വർണം വാങ്ങിച്ചിട്ട് ഗുരുവായൂർ നടയിൽ പോയിട്ട് കാണിക്കുള്ളൂ എന്നും പറഞ്ഞ് ജനങ്ങളെ, ഇതൊക്കെയാണ് മക്കളെ ഡ്രാമ എന്ന് പറയുന്നത്. ഭയങ്കര ഡ്രാമയാണ്. എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ ഇങ്ങനെ ഡ്രാമ കാണിച്ച് നാടകം കളിച്ച് പറ്റിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അപ്പം അങ്ങനെ ഒരാൾ വന്ന് തന്നു എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പുള്ളിക്കാരി ഈ ആഴ്ച വാങ്ങിച്ച സ്വർണം അടുത്ത ആഴ്ച കാണൂല, അടുത്ത ആഴ്ച അവർ പുതിയൊരു ഒന്ന് വാങ്ങിച്ചു എന്നും പറഞ്ഞിട്ടാണ് അവർ പിന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആഴ്ചയ്ക്ക് സ്വർണം വാങ്ങിക്കുന്നത്, കഴിഞ്ഞ ആഴ്ച എടുത്ത സ്വർണം ചിലപ്പോൾ കൊടുത്തിട്ടായിരിക്കും ഈ ആഴ്ച ഒരു സ്വർണം വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാലൻസിങ് ആണ് അവിടെ നടക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞ ഒരു കൺകെട്ട് കളി, അത്രേ ഉള്ളൂ. അപ്പോൾ ഹിന്ദുജനങ്ങൾ എന്ത് വിചാരിക്കും? ഓ, ആഴ്ചയ്ക്ക് ഇവർക്ക് സ്വർണം കിട്ടുന്നുണ്ടല്ലോ, ഇത്രയും കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ എന്തോ ഒരു കാര്യമുണ്ടല്ലോ എന്ന ആ ഒരു സംഭവം അവർ ആലോചിക്കും. അപ്പം അങ്ങനെ അവർ ഈ ഫോട്ടോയ്ക്ക് ഓർഡർ ചെയ്യും. ഇങ്ങനെ ഹിന്ദുക്കൾ ഈ ഒരു ട്രിക്കിൽ വീണ് അല്ലെങ്കിൽ ഈ ഒരു ഡ്രാമയിൽ വീണ് ഈ ഫോട്ടോയ്ക്ക് ഓർഡർ ചെയ്യുന്ന വഴി എന്താകും? ഇവരുടെ ബിസിനസ് പയ്യെ വളരും. വളർത്തണം, ബിസിനസ് വളർത്തണം. അതാണ് ഫോട്ടോ വരയ്ക്കൽ സ്റ്റെക്കായി പോകാൻ പാടില്ല. കാരണം ഇത്രയേറെ പൈസ കിട്ടുന്ന ഒരു പരിപാടി വെറുതെ മേലനങ്ങാതെ ഇരുന്നിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്ന് വെയിലും മഴയും ഒന്നും കൊള്ളാതെ വരച്ചിട്ട് വെറുതെ 4 പെയിൻറ്റ് വാരി അടിച്ചിട്ട് ജനങ്ങളെ ഒരു ഫ്രെയിമും വാങ്ങിച്ചിട്ടിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ ഇത്രയും സുഖകരമായൊരു പരിപാടി വേറെ ഇല്ല. അപ്പോൾ ആ ഒരു പരിപാടി നിന്നു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം ഡ്രാമയൊക്കെ നടത്തിയിട്ട് ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്നത്. പ്രത്യേകിച്ചും ഹിന്ദു വിഭാഗങ്ങൾ ഇതിൽ പെട്ടുപോകരുത്. കാരണം ഈ ഒരു ഫോട്ടോ നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ ഒന്നും കിട്ടിയില്ല. പക്ഷെ ഇവർക്ക് എന്ത് കിട്ടും? ഇവരുടെ ബിസിനസ് വളരും, തന്മൂലം ഇവർ വളരും, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പം ഈ ഒരു വീഡിയോയുടെ ഡ്രാമ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് 2 വീഡിയോ ഉണ്ട് ഇന്നലെ ഇട്ടത്. ആ 2ഉം കൂടി ഞാൻ പ്ലേ ചെയ്യിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പൊള്ളയായ വശം നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിൽ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്, അതാണ് അപ്പം ഇവരുടെ ഫോട്ടോ വാങ്ങിച്ചിട്ട് ആൾക്ക് എന്തൊക്കെയോ കിട്ടി. അതുകൊണ്ട് ഇവർക്ക് കുറച്ച് പൈസ ഗിഫ്റ്റാക്കി. അപ്പം അതുകൊണ്ട് ഇവർ ഇത് വാങ്ങിച്ചു. ഇതാണ് ഇവിടെ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഇതൊരു ബിസിനസ് ട്രിക്കാണ് എന്ന് അറിയാത്തത് ആരാണുള്ളത്? ഇപ്പം ഏത് കൊച്ചു കുഞ്ഞിനും അറിയാം. നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വിൽക്കാനായിട്ട് സെല്ല് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു പരസ്യം വേണം. അതിലൂടെയാണ് ഈ ഒരു സാധനം അല്ലെങ്കിൽ ഈ ഒരു സംഭവം സെല്ല് ചെയ്യപ്പെടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ബിസിനസ് മൈൻഡ് അല്ലെങ്കിൽ ബിസിനസ് ട്രിക്ക്, നല്ലൊരു ഡ്രാമയാണ് ഈ ഒരു പരസ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴി എന്താണ് ആകുന്നത്? ഹിന്ദു ജനങ്ങളെ പറ്റിക്കപ്പെടുകയാണ്. അപ്പോൾ കേട്ടല്ലോ, ഒരു ഫോട്ടോ കൊടുത്തു, അപ്പോൾ അയാൾക്ക് നേട്ടങ്ങൾ കിട്ടി. ജനങ്ങളെ പടുവിഡ്ഢികളാക്കിയാണ്. അയാൾക്ക് നേട്ടങ്ങൾ കിട്ടി. അയാൾക്ക് നേട്ടങ്ങൾ കിട്ടിയതുകൊണ്ട് അയാൾ വിളിച്ചിട്ട് ഗിഫ്റ്റായിട്ട് ഈ ഒരു സാധനം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഒരു വീഡിയോയും കൂടി കാണിച്ചു തരാം നിങ്ങളെ, എന്നിട്ട് ഞാൻ ചോദിക്കാം. അതേ കോസ്റ്റ്യൂമിൽ ഇന്നലെ തന്നെ ഇട്ട ഒരു വീഡിയോ ആണിത്. ഇത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. കംപ്ലൈന്റ് വരുന്ന പേടിച്ചിട്ട്
എന്നാലോ ഓർക്ക് കിട്ടിയ പണി എന്താണെന്നറിയോ? 14 വീല് വണ്ടിയായിരുന്നു. ഓരോ പോക്കിനും 14 വീലും തേഞ്ഞ് എന്താ പറയാ ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇവിടെ വന്ന് സർവീസ് സെന്ററിൽ വന്ന് പരാതിപ്പെടൽ തുടങ്ങിയിട്ട് നിങ്ങൾ കുറെ കാലായി. എന്നിട്ട് 10-20 ദിവസം ഇവിടെ ഈ വണ്ടി നിർത്തിയിടും. എന്നിട്ട് അവര് വണ്ടിക്ക് കംപ്ലൈന്റ് ഓരോന്ന് പറഞ്ഞ് അത് റെഡിയാക്കി എന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞു വിടും. 6 മാസമായിട്ടാണ് വണ്ടി എടുത്തിട്ട്. അതിന്റെ മുതലാളിക്ക് വണ്ടിക്ക് അടവടയ്ക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇതുങ്ങൾ പട്ടിണി കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് അതില് ഇവർക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന ലോഡ് അത് മുടങ്ങി കിടക്കുകയാണ്. ഇത് വണ്ടി മര്യാദയ്ക്ക് ഓടാൻ പറ്റുന്നില്ല. അടവ് തെറ്റി അവർക്ക് സിവില് വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ? ഈ അശോക് ലൈലാൻഡിനെ വിശ്വസിച്ച് നിങ്ങൾ ആരെങ്കിലും വണ്ടി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ പൊന്നാര മക്കളെ വേണ്ട, നിങ്ങൾക്ക് പണി കിട്ടും. ഈ സെക്കൻഡ് ഹാൻഡ് എടുക്കാണ്ട് ഫ്രഷ് എടുക്കുന്ന പാവത്ത് ഇതുപോലെയുള്ള പാവത്തുങ്ങൾക്ക് കിട്ടുന്ന ഓരോരോ പണിയാണ്. അതും പോരാഞ്ഞിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കാം. ഇതിന്റെ മുതലാളി ഉണ്ടല്ലോ, വേറൊരുത്തനെ ഡ്രൈവർ ആക്കിയിട്ട് വേറെ വണ്ടിയിൽ പോയിട്ട് അതൊന്നും നമുക്ക് കേൾക്കണ്ട. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനമാക്കി കൊടുക്കുക. എന്തിന് ഞാൻ ചോദിക്കുന്നത്, എന്തിന്? എല്ലാം സാധിപ്പിച്ചു തരുന്ന ഒരു കണ്ണൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് നീ പറയുന്നു. അപ്പം പിന്നെ എന്തുകൊണ്ട് ഇത് നിസ്സാരമായിട്ട് നിനക്ക് സാധിപ്പിച്ചു കൊടുത്തൂടാ? നീ വരയ്ക്കുന്ന കണ്ണൻ്റെ ഒരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ വാങ്ങിക്കുന്നവരുടെ എല്ലാ കംപ്ലൈൻറ്റുകളും എല്ലാ നേട്ടങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ നേട്ടങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ഈ വണ്ടിക്കാരൻ എന്തുകൊണ്ട് ഒരു ഫോട്ടോ ആ വണ്ടിയിൽ വെച്ച് കൊടുക്കുന്നില്ല? ഏത് വിശ്വാസി ആയിക്കോട്ടെ, പക്ഷെ നീ വരയ്ക്കുന്ന ഫോട്ടോ സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ സമ്പത്ത് തരും എന്നാണ് നീ പറയുന്നത്. അങ്ങനെ സമ്പത്ത് തരുന്ന ഒരു ഫോട്ടോയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു ഫോട്ടോ നീ ആ ഒരു വണ്ടിയിൽ വെച്ച് കൊടുക്കുന്നില്ല? വണ്ടിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ വന്ന് ജനങ്ങൾക്കിടെ മുമ്പിൽ കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ പരാതി പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ തന്നെ ഇട്ട 2 വീഡിയോയുടെ ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. സ്വർണം വാങ്ങിക്കാൻ മാത്രമുള്ളതാണോ കണ്ണൻ? ഇതുപോലുള്ള കാര്യങ്ങളും ഇവർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് ഈ സമ്പത്ത് കൊടുക്കുന്നു, എല്ലാം കണ്ണൻ നടത്തി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യമൊക്കെ ഇവർക്കിടെ കംപ്ലൈൻ്റ് ആയിട്ട് തന്നെയല്ലേ പറയുന്നത്. ഇവർക്കിടെ അടുത്ത ആളുകളുടെ കംപ്ലൈൻ്റ് ആണിത്, പ്രശ്നമാണിത്. അപ്പം ഈ ഒരു കംപ്ലൈൻറ്റ് നികത്തി കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു കംപ്ലൈൻറ്റ് പരിഹരിക്കുക എന്നുള്ളത് ഇവളുടെയും കൂടി ഉത്തരവാദിത്തമാണ്. അതിന് ജനങ്ങളോട് വന്ന് പരാതി പറയുന്ന എന്തിന്? ഈ വണ്ടിയുടെ എല്ലാ പ്രശ്നവും കണ്ണൻ വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ കണ്ണൻ ഇവൾക്ക് സ്വർണം മാത്രം വാങ്ങിക്കൊടുക്കുന്ന ഒരാളാണോ കണ്ണൻ? ഇവളുടെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇവളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ഇവളുടെ മറ്റുള്ള ആളുകൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രം എന്തുകൊണ്ട് കണ്ണൻ നികത്തി കൊടുക്കുന്നില്ല? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഫോട്ടോ വിൽക്കുന്ന ഈ ബിസിനസ്സുകാർക്ക് മാത്രം സ്വർണം വാങ്ങിക്കാനുള്ള സൗഭാഗ്യം മാത്രമാണോ അല്ലെങ്കിൽ വീട് വാങ്ങിക്കാനുള്ള സൗഭാഗ്യം മാത്രമാണോ കണ്ണൻ കൊടുക്കുന്നത്? ഈ ഫോട്ടോ വിൽപ്പനക്കാരിയോട് ചേർന്ന് നിൽക്കുന്ന അവളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ അവളുടെ അടുത്ത ബന്ധുക്കൾക്ക് എന്തുകൊണ്ട് ആ സൗഭാഗ്യം ലഭിക്കുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ സൗഭാഗ്യം അവർക്ക് കൊടുക്കാൻ സ്വന്തം ഫ്രണ്ട്സുകളാണല്ലോ അല്ലെങ്കിൽ സ്വന്തം അവർ എന്തൊക്കെയോ ആയി കരുതുന്ന ആയതുകൊണ്ടാണല്ലോ ഇതുപോലത്തെ വീഡിയോ ഇട്ടത്. അപ്പം എന്തുകൊണ്ട് ഇവളുടെ ആ കുറച്ച് ഭാഗ്യം എല്ലാം ഫ്രീ ആയിട്ട് കണ്ണൻ തരുന്നു എന്ന് പറയുന്ന ആ ഒരു ഭാഗ്യം എന്തുകൊണ്ട് ഇവർക്കും കൂടി കൊടുക്കുന്നില്ല? അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ഈ 2 വീഡിയോയുടെ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഒരു വണ്ടിയുടെ കംപ്ലൈൻറ്റ് കാണിച്ചുകൊണ്ട് കംപ്ലൈൻറ്റ് പറയുകയാണ്. ജനങ്ങൾ വിചാരിക്കണം എന്നാണ് പറയുന്നത്. ജനങ്ങൾ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുമോ? ദൈവം വിചാരിച്ചാലല്ലേ നടക്കുള്ളൂ. ഗുരുവായൂർ ഇരിക്കുന്ന കണ്ണൻ എല്ലാം തന്നു എന്ന് നീ പറയുമ്പോൾ കണ്ണനോടല്ലേ ഈ വണ്ടിയുടെ കാര്യം പറയേണ്ടത്? കണ്ണനല്ലേ അത് നികത്തി തരേണ്ടത്? എന്നിട്ട് നീ വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞ് വീഡിയോ ഇട്ടത് എന്തോന്നാ? അപ്പോൾ ഈ ഒരു ബിസിനസ്സിൻ്റെ ഡ്രാമ അല്ലെങ്കിൽ ട്രിക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 വീഡിയോയും ഇവിടെ പ്ലേ ചെയ്ത് കാണിച്ചത്. അപ്പോൾ എല്ലാം ഇവൾക്ക് കൊടുക്കുന്ന കണ്ണൻ ഒരു നിമിഷം ഇവൾ കണ്ണനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വണ്ടിയുടെ എല്ലാ കംപ്ലൈൻറ്റും മാറ്റി റെഡിയാക്കി കൊടുക്കുമല്ലോ. എന്തുകൊണ്ട് പറയുന്നില്ല? എന്തുകൊണ്ട് കണ്ണൻ വണ്ടി റെഡിയാക്കി കൊടുക്കുന്നില്ല? സ്വർണം മാറ്റി വാങ്ങിക്കാൻ മാത്രം കണ്ണൻ പണം കൊടുക്കുന്നുണ്ട്. ഒന്ന് വിറ്റിട്ട് ഒന്ന് വാങ്ങിക്കാൻ കണ്ണൻ
വിചാരിക്കണമോ? നിങ്ങൾ തന്നെ പറയൂ. കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച സ്വർണം അത് മാറ്റി ഈ ആഴ്ച വേറെ വാങ്ങിക്കാനായിട്ട് കണ്ണൻ വിചാരിക്കണമോ? നിങ്ങൾ പറയൂ. അങ്ങനെ ഇനി സ്വർണം കൊടുക്കുന്ന കണ്ണനാണെങ്കിൽ, അങ്ങനെ പണം കൊടുക്കുന്ന കണ്ണനാണെങ്കിൽ ആ കണ്ണൻ എന്തുകൊണ്ട് ഈ വണ്ടിയുടെ കംപ്ലൈന്റ് തീർത്തു കൊടുക്കാൻ പറ്റുന്നില്ല? ഇവളുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആളുകളെ സഹായിക്കാൻ ഇവളുടെ കണ്ണനും ഇവൾക്കും എന്തുകൊണ്ട് പറ്റുന്നില്ല? അതിനുത്തരം നിങ്ങൾ പറയൂ. ഹിന്ദുക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ 2 വീഡിയോയും കൊണ്ടുവന്നിട്ട് ഞാനിവിടെ കാണിച്ചത്. അപ്പം എല്ലാം തരുന്ന കണ്ണന് ഒരു സെക്കൻഡ് പോലും വേണ്ട ആ വണ്ടി റെഡിയാക്കി കൊടുക്കാൻ. എന്തുകൊണ്ട് പറയുന്നില്ല? കണ്ണനോട് പറയുന്നില്ല, കണ്ണാ ദാ എൻ്റെ വണ്ടിക്ക് ഇങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്, റെഡിയാക്കി തരണം. അല്ലാണ്ട് സ്വർണം മാത്രം തന്നാൽ പോരാ. നമ്മൾ മാത്രം നന്നായാൽ പോരല്ലോ, നമ്മുടെ കൂടെ നിൽക്കുന്നവരും കൂടി നല്ലതായിട്ട് ഇരിക്കണ്ടേ? അങ്ങനെ ഒരു മനസ്സ് വേണ്ടേ? അതെന്തുകൊണ്ട് നടക്കുന്നില്ല? കൂടെയുള്ളവർക്കിടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് അത് വീഡിയോ ആക്കി പബ്ലിക്കിന് ജനങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞ് വരുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സില്ല എന്നുള്ളതല്ലേ? അങ്ങനെ പോരല്ലോ. മറ്റുള്ള പൊതുജനങ്ങളെ സഹായിക്കണ്ട, അത് പോട്ടെ, കൂടെ നിൽക്കുന്നവരെ സഹായിക്കണോ? കണ്ണനോട് പറയാം, കണ്ണാ ദാ എനിക്ക് സ്വർണം തരുന്ന പോലെ, അല്ലെങ്കിൽ എനിക്ക് പൈസ തരുന്ന പോലെ, ദാ ഈ വണ്ടിക്കുള്ള റെഡിയാക്കാനുള്ള പൈസ തരിക ഒന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ വണ്ടി ഒന്ന് റെഡിയാക്കി തരിക എന്ന് പറഞ്ഞാൽ കണ്ണൻ തരൂലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം നിങ്ങൾ അനാവശ്യമായിട്ട് ഈ ഒരു വിഷയം വഷളാക്കുന്നത് കൊണ്ടാണ് ഇവൾക്ക് ഇത്ര റീച്ചും കാര്യങ്ങളും വരുന്നത്. നിങ്ങൾ ആവശ്യമില്ലാതെ ഇവളുടെ വീഡിയോൻ്റെ ഇടയിൽ പോയിട്ട് കമൻ്റ് ഇടാതിരിക്കുക. കാരണം ഇവളെ ശ്രദ്ധിക്കാതിരിക്കുക, ആ വീഡിയോകൾ കാണാതിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വന്തം സുഹൃത്തുക്കളുടെ വണ്ടി റെഡിയാക്കാൻ കണ്ണനോട് സഹായം ചോദിക്കാത്ത ജസ്നക്കുട്ടിയാണ്. മനസ്സിലായില്ലേ? ആ ജസ്നക്കുട്ടിയാണ് പിന്നെ വന്നിട്ട് എല്ലാം കണ്ണൻ തന്നു എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കളെ പറ്റിക്കാൻ വരുന്നത്. ഇപ്പം മനസ്സിലായില്ലേ ജസ്നക്കുട്ടിയുടെ ബിസിനസ് ട്രിക്ക് എന്താണെന്ന്? അതാണ്. അപ്പം ഇതൊന്നും നിങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ്. മനസ്സിലായില്ലോ അല്ലേ? അതാണ് മക്കളെ ഡ്രാമ, ഒന്നാന്തരം നാടകം.